ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 56/2025 ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1-നകത്ത്, അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് റേഞ്ചർ ലൈക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷനകത്ത് ഇന്ത്യൻ എക്കണോമി പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ ഡിസ്കഷൻ റാദർ ദാൻ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോൺസെപ്റ്റുകളും അത്യാവശ്യം കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് കോൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്? GDP, GNP, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, പേഴ്സണൽ ഇൻകം. നമുക്ക് ബേസിക്കലി ഓരോ ടേമുകളും തമ്മിൽ എന്താണ് കണക്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ GDP എടുത്താൽ, GDP എന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഈ GDPയിൽ നിന്ന് നെറ്റ് ഫ്ലോ ഓഫ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയാൽ നമുക്ക് GNP കിട്ടും. അതേപോലെ NDPയിൽ നിന്ന് നെറ്റ് ഫ്ലോ ഓഫ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിയാൽ നമുക്ക് NNP കിട്ടും. അപ്പൊ ഇവ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? GDPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ കുറച്ചാൽ NDP കിട്ടും, GDPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ കുറച്ചാൽ NDP കിട്ടും, GNPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ കുറച്ചാൽ NNP കിട്ടും. ഇതിനകത്ത് ഈ NNP എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താണ് ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ ആ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായി വെളിയിൽ വരാനായിട്ട് എടുക്കുന്ന കോസ്റ്റ് ആണ് അതിന്റെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടുകൂടി നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് അതിന് ഇൻഡയറക്റ്റ് ടാക്സുകൾ കൂട്ടി ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിൽ സബ്സിഡി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അതിന് അവൈലബിൾ ആവുന്ന പ്രൈസ് ആണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ബേസിക്കലി നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ ഫാക്ടർ കോസ്റ്റ് ആണ് ഈ പറയപ്പെടുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു ടേം കൂടെ കിടപ്പുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ഇൻകം. അപ്പൊ നമ്മളത് കൃത്യമായി എന്താണ് പേഴ്സണൽ ഇൻകം? സോ നമ്മൾ പേഴ്സണൽ ഇൻകം നോക്കുമ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്, അതിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ കുറയ്ക്കുന്നു. ഈ ഓരോ ടൈം എന്താ നമുക്ക് നോക്കാം. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ കുറയ്ക്കുന്നു, മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അതിൽ നിന്ന് കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നു. അതിനോടുകൂടി ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കൂട്ടുന്നു. അതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഓരോ ടൈമും എന്ത് വരും? ഒന്ന്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി, ആ കമ്പനിക്ക് ഉണ്ടായ പ്രോഫിറ്റ് അതൊരു വിഹിതം അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിനെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്? അതായത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പേ ചെയ്ത ഇൻട്രസ്റ്റും അവർ റിസീവ് ചെയ്ത ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിക്കോട്ടെ, അവരുടെ പ്രോഫിറ്റ് മുകളിൽ അവരുടെ ലാഭത്തിന് മുകളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. വാട്ട് എവർ ഇറ്റ് മേ ബി ദിയർ പ്രോഫിറ്റ്, ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്രോഫിറ്റ് ഈസ് കോൾഡ് കോർപ്പറേറ്റ് ടാക്സ്. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അതായത് ഗവൺമെന്റ് ഇൻഡിവിജ്വൽസിന് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു, പേയ്മെന്റ് നടത്തുന്നു, വിത്തൗട്ട് റിസീവിംഗ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇൻ റിട്ടേൺ. അതായത് തിരിച്ച് ഗുഡ്സോ സർവീസോ ലഭിക്കാതെ ഗവൺമെന്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന പേയ്മെന്റുകളെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന്, നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റും കോർപ്പറേറ്റ് ടാക്സും കുറച്ച് ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടുന്നതിനെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്നതിനകത്ത് നാഷണൽ ഇൻകം എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ ഇൻകം അറ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത്. ക്ലിയറാ? സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് GDP എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി വിതിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫിക്സ്ഡ് ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ
മാർക്കറ്റ് വാല്യൂവിനെയാണ്, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിംഗ് ഗരീബി ഘട്ടാവോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. നമുക്ക് ഓരോ 5-year പ്ലാൻ നോക്കാം. തേർഡ് 5-year പ്ലാൻ നോക്കിയാൽ, തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഫോർത്ത് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഫോർത്ത് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. അതുപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു, റെഡ്യൂസ് പോവർട്ടി. സിക്സ്ത് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, എക്കണോമിക് ഗ്രോത്ത്, ദെൻ മോഡേണൈസേഷൻ. ഇത് രണ്ടുമായിരുന്നു സിക്സ്ത് 5-year പ്ലാനിന്റെ ഐഡിയാസ് എന്ന് പറഞ്ഞു. ഫിഫ്ത്ത് 5-year പ്ലാനിലാണ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇറാഡിക്കേഷൻ. കാരണം വല്ലാണ്ട് ദാരിദ്ര്യം കൂടുകയും അതുപോലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് ഫിഫ്ത്ത് 5-year പ്ലാൻ വരുന്നത്. സോ ഫിഫ്ത്ത് 5-year പ്ലാനിന്റെ ഐഡിയ ആയിരുന്നു ഇറാഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, ലൈക്ക് പിന്നെ എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഫിഫ്ത്ത് 5-year പ്ലാൻ ആണ്. നെക്സ്റ്റ് 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നീതി ആയോഗ് ഹാസ് എ ഫിക്സ്ഡ് 5-year ടെന്യൂർ ലൈക്ക് പ്ലാനിംഗ് കമ്മീഷൻ. നീതി ആയോഗിന് പ്ലാനിംഗ് കമ്മീഷൻ പോലുള്ള ഒരു ഫിക്സ്ഡ് ടെന്യൂർ ഇല്ല. ഒരു ഫിക്സ്ഡ് 5-year ടെന്യൂർ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ടെന്യൂർ അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സോ ഫിക്സ്ഡ് ടെന്യൂർ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതിന്റെ കോമ്പോസിഷൻ അങ്ങനെയല്ല. ദ ഗവേണിംഗ് ബോഡി ഓഫ് ദ നീതി ആയോഗ് ഇൻക്ലൂഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്. ശരിയാണ്, മുഖ്യമന്ത്രിമാർ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുണ്ട്. അതുപോലെ യൂണിയൻ ടെറിട്ടറികളിലെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സും ഉണ്ട്. ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഉണ്ട്. അതിനെക്കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷേ ചീഫ് മിനിസ്റ്റർമാരെ പറ്റി പറഞ്ഞ കാര്യം ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. നീതി ആയോഗ് ഈസ് ആൻ ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 തെറ്റാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് about tax and non-tax revenue. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടാക്സ് റവന്യൂ is collected from both individuals as well as and business, while non-tax revenue is collected only from the businesses. ബേസിക്കലി നമ്മൾ നോൺ ടാക്സ് റവന്യൂ എടുത്താൽ, ഫോർ എക്സാമ്പിൾ നോൺ ടാക്സ് റവന്യൂസ് ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയുക, ഫീസുകളായിക്കോട്ടെ, പേയ്മെന്റുകളായിക്കോട്ടെ, സെസ്സുകളായിക്കോട്ടെ, ഇതെല്ലാം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ KSRTC ബസ്സിൽ കയറുമ്പോൾ നമ്മൾ സെസ് പേ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സെസ്, സോഷ്യൽ സർവീസസ്, ഹെൽത്ത് സെസ് എന്നൊക്കെ പറഞ്ഞു. സോ അത് ഇൻഡിവിജ്വൽസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ടാക്സ് റവന്യൂക്ക് അത് ഡയറക്ട് ടാക്സ് റവന്യൂ വരാം, അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് റവന്യൂ വരാം. നോൺ ടാക്സ് റവന്യൂസിലാണ് ഫീസ്, സർവീസുകൾക്കുള്ള പേയ്മെന്റുകൾ, ഇൻവെസ്റ്റ്മെന്റുകൾ, സെസ്സുകളെല്ലാം വരുന്നത്. നെക്സ്റ്റ് വൺ, ടാക്സ് ഈസ് കളക്ടഡ് ബൈ ഇമ്പോസിംഗ് കമ്പൽസറി ലെവീസ്, വൈൽ നോൺ ടാക്സ് റവന്യൂസ് കംസ് ഫ്രം ഗവൺമെന്റ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. സോ ബേസിക്കലി ടാക്സ് റവന്യൂ എന്ന് പറയുന്ന കമ്പൽസറി ആയിട്ടുള്ള ലെവീസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത്ര രൂപ വീട്ടുകരം അടയ്ക്കണം, ഫോർ എക്സാമ്പിൾ ഇത്ര രൂപ നിങ്ങളുടെ ആദായ നികുതി നിങ്ങൾ അടയ്ക്കണം. നമ്മുടെ എക്കണോമിക് സ്ലാബ് അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ വരുമാനത്തിന്റെ ഇൻകം സ്ലാബ് എത്രയാണ് അതനുസരിച്ച് നമ്മൾ അതിന്റെ പേയ്മെന്റ് അടയ്ക്കണം. നോൺ ടാക്സ് റവന്യൂസ് കം ഫ്രം ഗവൺമെന്റ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റാമ്പുകൾ സെല് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ സെസ്സുകളായിട്ട് ഒക്കെയാണ് കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോത്ത് ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആർ കമ്പൽസറി പേയ്മെന്റ്സ് ടു ദ ഗവൺമെന്റ്. ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് അടയ്ക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, നിർബന്ധമായിട്ട് ചെയ്തേ പറ്റും. നോൺ ടാക്സ് റവന്യൂവിനകത്തൊരു പ്രശ്നം, നോൺ ടാക്സ് റവന്യൂവിനകത്ത് വോളണ്ടറി പേയ്മെന്റുകളുണ്ട്. അതായത് ഗവൺമെന്റിന് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ വോളണ്ടറി ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റുകൾ, അങ്ങനെയുള്ള വോളണ്ടറി പേയ്മെന്റുകൾ കൂടി ഉള്ളത് കൊണ്ട് എല്ലാം നോൺ ടാക്സ് റവന്യൂകളും കമ്പൽസറി പേയ്മെന്റുകളാണെന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ 3 എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് തെറ്റാണ്. നോൺ ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് പെനാലിറ്റീസ് ആൻഡ് ഫൈൻസ് ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. നോ, ഇൻട്രസ്റ്റ് റെസിപ്റ്റുകളും ഇൻട്രസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന റെസിപ്റ്റുകളും ഒരു റവന്യൂ ആണ്, അത് ടാക്സ് റവന്യൂ അല്ല. അതുകൊണ്ട് ഇവയും നോൺ ടാക്സ് റവന്യൂവിൽ ഇൻക്ലൂഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. സോ ഇതിനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഏക ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 മാത്രമാണ്. സോ ഓപ്ഷൻ ബി only 2 ആണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. only 2 ആണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. സോ ബേസിക്കലി നമ്മൾ ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ റെസിപ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റിനെ കുറയ്ക്കുന്നതാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റിനെ കുറയ്ക്കുന്നതാണ്, ടോട്ടൽ റവന്യൂവിനെ കുറയ്ക്കുന്നതാണ്. അതിന്റെ ബേസിക്കലി എന്തെന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനമുള്ളതാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഇവിടെ പറയുന്നത് പ്രൈമറി ഡെഫിസിറ്റ്. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ കുറയ്ക്കുന്നതാണ്. ഫിസിക്കൽ ഡെഫിസിറ്റുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ കുറയ്ക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ റവന്യൂ ഡെഫിസിറ്റ് ഈസ് വെൻ ദി റവന്യൂ റെസിപ്റ്റ്സ് ആർ ലെസ് ദാൻ ദി റവന്യൂ എക്സ്പെൻഡിച്ചർ. കറക്റ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ റെസിപ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. കറക്റ്റ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് റെപ്രസെന്റ്സ് എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റവന്യൂ. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റവന്യൂനേക്കാൾ കൂടുതലാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുന്നു, എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. എന്താണ് ബോറോയിങ്സ്? ബോറോയിങ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അതിന്റെ എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്ന് ഗവൺമെന്റ് ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്ന് ലൈക്ക് എന്താ പറയുക ഫണ്ട് ബോറോ ചെയ്യുന്നു, ഫണ്ട് റിസീവ് ചെയ്യുന്നു. അതാണ് ബോറോയിങ് എന്ന് പറയുന്നത്. ബോറോയിങ് എന്ന് പറയുന്നത് ഇന്റേണൽ ബോറോയിങ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബോറോയിങ് ആവാം. ഇന്റേണൽ ബോറോയിങ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ നിന്ന് ഗവൺമെന്റ് പൈസ ബോറോ ചെയ്യുന്നു. എക്സ്റ്റേണൽ ബോറോയിങ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിൽ നിന്നാവാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ILOയിൽ നിന്ന് കടമെടുത്തു, വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തു. ഇതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ബോറോയിങ്ങുകളാണ്. അപ്പം ഫോറിൻ സോഴ്സുകളിൽ നിന്നാവാം, ഫോറിൻ ഗവൺമെന്റിൽ നിന്നാവാം, ഫോറിൻ ഓർഗനൈസേഷൻസിൽ നിന്നാവാം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നാവാം. അവയാണ് എക്സ്റ്റേണൽ ബോറോയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബോറോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബോറോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡെഫിസിറ്റ് ആണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്ററി ഡെഫിസിറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ പറയപ്പെടുന്ന ബോറോയിങ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. സോ അതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ചോദ്യപേപ്പറിനകത്ത് ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മുടെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കാണുമ്പോൾ ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെയോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെയോ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.